ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർക്ക് ഏഴുനാൾ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും പുതിയ അവസരങ്ങളും വന്നെത്തും. ആദിത്യൻ കർക്കിടകം രാശിയിൽ പൂയം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ മകം മുതൽ വിശാഖം വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂലൈ 28-ന് ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കും. ഉത്രം നക്ഷത്രത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം. ബുധൻ കർക്കിടകം രാശിയിൽ വക്രമൗഢ്യത്തിലാണ്. ശുക്രൻ മിഥുനം രാശിയിൽ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ ഈ ആഴ്ച മുതൽ വക്രസഞ്ചാരം തുടങ്ങുകയാണ്. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലുണ്ട്. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി രണ്ടാം പാദത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം ഒന്നാം പാദത്തിലും പിൻഗതിയായി സഞ്ചാരം തുടരുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷം, നേട്ടങ്ങൾ, അംഗീകാരം എന്നിവ ലഭിക്കുന്ന വാരമാണ്. സ്ഥാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ക്ഷമിക്കേണ്ടി വരും. ആഴ്ചയുടെ തുടക്കത്തിൽ അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മടി കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ശത്രുക്കളോട് പരമാവധി ജാഗ്രത പാലിക്കുക. വലിയ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനമെടുക്കേണ്ട വാരമാണ്. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പൂർത്തിയാക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വനിതാ പ്രൊഫഷണലുകൾക്ക് സമയം വളരെയധികം നല്ലതാണ്. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പമുണ്ടാകും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്ന വാരമാണ്. കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഇടവം രാശിക്കാരായ ആളുകൾ ആരുടെയെങ്കിലും വാക്കുകേട്ട് ഈ ആഴ്ച കയ്യിലുള്ളത് കളയരുത്. ജോലിസ്ഥലത്ത് കൂടുതൽ പണികളുണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ കൈവരുന്ന വാരമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വളരെയധികം കുറയുന്നതാണ്. ചെറിയ വ്യാപാരികൾക്ക് ഈ ആഴ്ച വളരെയധികം ഗുണകരമാകും. ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. മുൻപ് നിക്ഷേപിച്ച പണം ലാഭമായി കിട്ടുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഈ ആഴ്ചയുണ്ടാകും. ആഴ്ചയുടെ അവസാനം ചെറിയ യാത്രകൾ പോകുവാനുള്ള ഭാഗ്യം വന്നു ചേരും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുന രാശിക്കാരായ ആളുകൾക്ക് ഈ ആഴ്ച സാമ്പത്തികമായ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മക്കളുടെ ഭാവിയെക്കുറിച്ച് ആദി ഉണ്ടാകും. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠ വർദ്ധിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുവാൻ ഇടയുള്ള ആഴ്ചയാണ്. യുവാക്കൾ ലക്ഷ്യത്തിലെത്തുവാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നല്ല സമയമാണ്. സാമ്പത്തികമായി നിങ്ങൾ ഉന്നതിയിലേക്ക് കുതിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ പങ്കാളിയുടെ വികാരങ്ങളെ അവഗണിക്കരുത്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നതും വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം ഭാഗ്യമൊപ്പമുണ്ടാകും. നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. കരിയറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളും വസ്ത്ര വ്യാപാരവും ചെയ്യുന്ന ആളുകൾക്ക്
വലിയ ധനലാഭമുണ്ടാകും. വീട് വാങ്ങുന്നതിന് മുൻപ് നല്ല ആളുകളുമായി ആലോചിക്കുക. മക്കളുടെ ഭാഗത്തു നിന്നും സന്തോഷം നൽകുന്ന ശുഭവാർത്തകൾ വന്നു ചേരും. വീട്ടിൽ എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും നിറയുന്ന വാരമാണ്. ആഴ്ചയുടെ അവസാനം വിനോദത്തിൽ പങ്കുചേരുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്ന വാരമാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവ പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും ധനനേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാരായ ആളുകൾ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ രോഗങ്ങൾ വീണ്ടും വരുവാനിടയുണ്ട്. കാലാവസ്ഥ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. തൊഴിലില്ലാത്ത ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. കൂടുതൽ പണം ചെലവഴിക്കുന്നത് മൂലം ദുഃഖമുണ്ടാകുവാനും ഇടയുണ്ട്. നിങ്ങളുടെ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാം. സംസാരം എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ചു വേണം. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നതും ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പ്രവർത്തന വിജയം, എവിടെയും മാന്യത, പ്രശസ്തി, ശത്രുഹാനി, തൊഴിലിൽ വിജയം, ഉയർന്ന സ്ഥാനമാനങ്ങൾ, കുടുംബം, ഭാര്യ, പുത്രസുഖം എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച മേഖലയിൽ വിദേശത്ത് ഉപരിപഠന സാധ്യതയുണ്ട്. വളരെ കാലമായി ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. മാനസികമായി ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സന്തോഷിക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങളിൽ നിന്നോ അന്യജനങ്ങളിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായുള്ള പിന്തുണ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അലങ്കാര വസ്തുക്കളോ ആടയാഭരണമോ സമ്മാനമായി ലഭിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ല വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായ സഹകരണം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. കോടതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഭവിക്കുന്നതാണ്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുവാനിടയുണ്ട്. പുതിയ ജോലികൾ ലഭിക്കുവാനും ഇടവരും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. കച്ചവടം, ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചിക രാശിക്കാരായ ആളുകൾ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും രേഖയിൽ ഒപ്പിടുന്നതിന് മുൻപ് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഒരു ജോലിയും നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ പഴയ നിങ്ങളുടെ ബന്ധങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയബന്ധ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാകും. ഔദ്യോഗികമായി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരായ ആളുകൾക്ക് ഇത് കർമ്മത്തിൻ്റെയും മഹാഭാഗ്യത്തിൻ്റെയും സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും വിജയത്തിലെത്തും. ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മടി കാരണം അവസരങ്ങൾ നിങ്ങൾ യാതൊരു രീതിയിലും നഷ്ടപ്പെടുത്തരുത്. സമയം പരമാവധി ശരിയായി ഉപയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രണയബന്ധങ്ങൾ വിജയിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുന്നതാണ്. പല സന്ദർഭങ്ങളിലും ഈശ്വര സ്വാധീനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും. ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയമുണ്ടാകും. സൽഭാര്യ ഭർതൃലബ്ധി, സന്താന സൗഭാഗ്യം. കോടതിയിൽ വ്യവഹാരത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി. ഇങ്ങനെ പല രീതിയിലുമുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരം രാശിക്കാരായ ആളുകൾ ഈ ആഴ്ച കഴിവതും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ നേരിടാൻ ശ്രമിക്കേണ്ടതാണ്. ധൈര്യത്തോടെയും ബുദ്ധിയോടെയും മുന്നോട്ട് പോയാൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും. ആഴ്ചയുടെ മധ്യത്തിൽ വലിയ കാര്യങ്ങൾ നടന്നു കിട്ടും. വലിയ പ്ലാനുകളിൽ പണം മുടക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. കച്ചവടക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ല വാരമാണ്. പ്രണയബന്ധങ്ങളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളെ പ്രണയിക്കുന്നവരുടെ വികാരങ്ങളെ അവഗണിക്കരുത്. ബന്ധങ്ങൾ തകരുവാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും പ്രയത്നവും ഈ ആഴ്ച ആവശ്യമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിലിൽ വിജയവും ധനഭാഗ്യവും ഉണ്ടാകും. എവിടെയും മാന്യത, പ്രശസ്തി, അന്യജനങ്ങളാൽ അംഗീകരിക്കപ്പെടുക എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഉന്നത ജനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയോ അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുകയും ചെയ്യുന്നതാണ്. വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതപൂർവ്വം രക്ഷപ്പെടുവാൻ സാധിക്കും. ഹൃദ്രോഗം, നേത്രരോഗം എന്നിവ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടുന്നത് വളരെയധികം ഗുണകരമാണ്. അനാവശ്യമായ കോപശീലം ജീവിതത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സമ്മാനിക്കുവാൻ ഇടയുണ്ട്. അനാവശ്യമായ ചെലവുകളും വർദ്ധിക്കും. എന്ത് കാര്യത്തിനും ഇറങ്ങുമ്പോൾ തടസ്സം അനുഭവപ്പെടുന്നതാണ്. അഗ്നിയും ആയുധവും മൂലം ദോഷങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള ആഴ്ചയായതിനാൽ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമാകും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബസൗഖ്യം, സാമ്പത്തിക പുരോഗതി, തൊഴിലിൽ വിജയം, കീർത്തി, സർവകാര്യ വിജയം, ദാമ്പത്തിക ഐക്യം, വാഹനഭാഗ്യം, സൽസുഹൃത്തുക്കൾ, ഭക്ഷണസുഖം എന്നിവ അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായി ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകുന്നതാണ്. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസ യാത്രയിലോ പോകുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് ചെയ്യുന്ന എല്ലാ ജോലിയിലും പ്രവൃത്തിയും ലാഭത്തിൽ ആയിത്തീരുന്ന സവിശേഷത യോഗമുണ്ടാകും. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ്. ആഴ്ചയുടെ അവസാനം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ അല്പം ശ്രദ്ധിക്കുന്നതും ജാഗ്രത പാലിക്കുന്നതും ഗുണകരമാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.